ഹായ്, വെൽക്കം ടു നോളജ് വ്ലോഗർ. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 13th ക്വസ്റ്റ്യൻ ആണേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ടേംസ് ഉണ്ട് അല്ലേ, എക്സ് മൈനസ് 1 എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമൺ എടുക്കാമല്ലോ. ഇവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഒരു എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് വരും, ഈ എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്, എക്സ് ഉണ്ട് അല്ലേ. മൈനസ് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ എടുത്താൽ ബാക്കി ആരുമില്ല, 1. അപ്പോൾ അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1 വരും. ഇനി ഡി എക്സ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്ത് ഇവിടെ ആരുണ്ട് കോമൺ, എക്സ് മൈനസ്, സോറി ഇവിടെ പ്ലസ് അല്ല കേട്ടോ, മൈനസ് ആണേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുണ്ട് കോമൺ, എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് കോമൺ ആണല്ലേ. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് ആണേ. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് കോമൺ എടുത്താൽ ബാക്കി വരും എക്സ് സ്ക്വയർ പ്ലസ് 1. അവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ 1. അതായത് ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രൽ എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1, ഇവിടെയും ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇനി നോക്കിക്കേ, ഇവിടെ മുകളിൽ ഒരു എക്സ് മൈനസ് 1 ഉണ്ട്, താഴെ ഒരു എക്സ് മൈനസ് 1 ഉണ്ട്. അതെന്തായിപ്പോൾ ഗെറ്റ്സ് ക്യാൻസൽഡ്. ഓക്കെ, അപ്പോൾ ബാക്കി ആരുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ, എന്താണ്, എക്സ് ക്യൂബ് ബൈ 3 ആണ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, എക്സ് പവർ 1/2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പവർ 1/2 ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് റേസ് ടു 1/2നെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എക്സ് പവർ 1/2 എക്സ് പവർ 1/2 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പവർ 1/2 ഡി എക്സ്. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു എക്സ് പവർ 1/2 എന്താണ്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എന്താണ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ ആണല്ലേ. അതേപോലെ തന്നെ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1. അതെന്ത് വരും, ഇൻ്റഗ്രൽ ഓഫ്, ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണേ, എക്സ് റേസ് ടു 1/2 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 1 എം പ്ലസ് എൻ അല്ലേ, അപ്പോൾ 1 പ്ലസ് 1/2 ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് പവർ 1/2 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് പവർ, എന്താണ് 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ഇൻറ്റു 2 2 2 പ്ലസ് 1/2 3/2 3/2 ഡി എക്സ്. നമുക്ക് നോക്കാം, എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യണം. എന്ത് വരും, എക്സ് റേസ് ടു എൻ പ്ലസ് 1, അതായത് എക്സ് റേസ് ടു 1/2 പ്ലസ് 1/2 പ്ലസ് 1, എക്സ് റേസ് ടു 1/2 പ്ലസ് 1/2 പ്ലസ് 1 മൈനസ് എക്സ് പവർ 3/2 പ്ലസ് 1/3/2 പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, അപ്പം നോക്ക്, എന്താണ് 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2, താഴെ എന്ത് വരും 3/2. അപ്പോൾ എക്സ് പവർ 3/2/3/2 മൈനസ് എക്സ് പവർ 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 ഇൻറ്റു 1 2, ഇപ്പോൾ 3 പ്ലസ് 2 5/2/5/2. ഓക്കെ, അടുത്ത് നോക്ക്, ഇപ്പോൾ ബാക്കി എന്ത് വരും, ഇവിടെ ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ അത് റെസിപ്രോക്കൽ ആയിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ, അതായത് എക്സ് പവർ 3/2 ഇൻറ്റു 2/3 മൈനസ് എക്സ് പവർ 5/2 ഇൻറ്റു 2/5 പ്ലസ് സി. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാമേ. 2/3 എക്സ് പവർ 3/2 മൈനസ് 2/5 എക്സ് പവർ 5/2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.